പലപ്പോഴായി മാറ്റിവെച്ചിരുന്ന മാധ്യമം പത്രത്തിലെ തൊഴിൽ പ്രശ്ന ചർച്ചയ്ക്കുള്ള തീയതി ഒടുവിലായി തീരുമാനിച്ചത് ഇന്നലെ 24-ാം തീയതിയായിരുന്നു. നേരത്തെ ഈ മാസം 19-ന് നടക്കേണ്ട ചർച്ചയാണ് 21-ലേക്ക് മാറ്റിവെച്ചിരുന്നത്. അതാണ് പിന്നീട് 24-ലേക്ക് മാറ്റിയത്. എന്നാൽ ഇക്കഴിഞ്ഞ 19-ാം തീയതി മുഖ്യമന്ത്രിയുടെ ഓണസദ്യയിൽ മാധ്യമം പത്രാധിപരും സിഇഒയും ട്രസ്റ്റ് ചെയർമാനും ഒക്കെ പ്രധാന അതിഥികളുമായിരുന്നു. മാധ്യമം പത്രത്തിലെ സ്ഥിര ജീവനക്കാർ കൃത്യമായി ശമ്പളം കിട്ടിയിട്ട് 8 മാസമാകും. ജോലി ചെയ്താൽ ശമ്പളം കൊടുക്കുക എന്ന മാന്യമായ രീതി നീതിക്കായി പോരാടുന്നുവെന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ സ്ഥാപനത്തിന് ഇല്ലാതായി പോയി. അവസാനമായി മാധ്യമ സ്റ്റാഫിന് സാലറി കിട്ടിയത് ഈ വർഷം ജനുവരിയിലാണ്. അതും ശമ്പളത്തിന്റെ പകുതി മാത്രം. മാധ്യമത്തിന്റെ തന്നെ TV ചാനലുകളിൽ ഇരുട്ടുമുറിയിൽ അടപ്പുകൂട്ടി ചർച്ചകളിൽ ലോകത്ത് നടക്കുന്ന എല്ലാ അനീതികൾക്കെതിരെയും പൊട്ടിത്തെറിക്കുന്ന ദാവൂദ് സാറൊക്കെ ഈ വിഷയം അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ മാനേജ്മെന്റ് ആ പോരാളിയുടെ വായ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇന്നേ വരെയുള്ള ശമ്പളവും കോവിഡ് കാലത്തെ ശമ്പള കുടിശ്ശികയും എല്ലാം കൂടി ചേർത്ത് 1 വർഷത്തെ ശമ്പളം കിട്ടാനുണ്ട് മാധ്യമത്തിലെ സ്ഥിരം ജീവനക്കാർക്ക്. 20-30 വർഷത്തെ സർവീസുള്ള ജേർണലിസ്റ്റുകളെ രഹസ്യമായി വിളിപ്പിച്ച് രാജിവെച്ച് പോയാൽ തരാനുള്ള ശമ്പളം 6 മാസം കൊണ്ട് തന്നു തീർക്കാം. കരാർ അടിസ്ഥാനത്തിൽ ഇവിടെ തന്നെ ജോലിയും നൽകാം എന്ന് പറയുന്നത് നീതിമാനായ ദാവൂദ് സാറിന്റെ ജമാഅത്തെ ഇസ്ലാമി മാനേജ്മെന്റാണ്. കൃത്യമായി ശമ്പളം നൽകാൻ നിർദ്ദേശിച്ചുകൊണ്ട് ലേബർ കമ്മീഷണർ പുറപ്പെടുവിച്ച ഉത്തരവ് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരെ വഴിയാധാരമാക്കുന്ന ഈ പ്രവൃത്തിക്ക് ഇടത് വലത് സർക്കാരുകളും മാറി മാറി കൂട്ടുനിൽക്കുകയാണ്. അങ്ങനെ ശമ്പള കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്നലെ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ മാധ്യമം മാനേജ്മെന്റുമായി മാധ്യമം എംപ്ലോയീസ് കോർഡിനേഷൻ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടിരിക്കും. തൊഴിലാളികളുടെ ആവശ്യം ഇതുവരെ കുടിശ്ശികയായ ശമ്പളത്തിൽ നിന്നും 3 മാസത്തെ ശമ്പളമെങ്കിലും ഓണത്തിന് മുൻപ് നൽകണം എന്നതായിരുന്നു. എന്നാൽ ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമായി 2 മാസത്തെ ശമ്പളം ഉടനെ നൽകണമെന്ന നിർദ്ദേശം മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായി. പക്ഷേ മാധ്യമം മാനേജ്മെന്റ് അതിനും വഴങ്ങിയില്ല. ഓണത്തിന് മുമ്പ് പരമാവധി 10,000 രൂപ നൽകാമെന്നാണ് മാനേജ്മെന്റ് പറഞ്ഞത്. 8 മാസത്തെ ശമ്പള കുടിശ്ശിക ഉള്ളവർക്കാണ് ഓണത്തിന് ഈ 10,000 എന്ന ഓഫർ നൽകുന്നത്. നിലവിൽ കരാറിൽ ജോലി ചെയ്യുന്ന ആളുകൾ കൃത്യമായി ശമ്പളം വാങ്ങുമ്പോൾ സ്ഥിര നിയമനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പട്ടിണിയിലാണ്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ വാർത്ത ആക്കുന്നവരാണ് മാധ്യമ പ്രവർത്തകർ. എന്നാൽ 140-ൽ കൂടുതൽ മാധ്യമ പ്രവർത്തകർക്ക് രാജിവെച്ച് പോകേണ്ടി വന്നതോടെ സ്ഥിരജോലി നഷ്ടപ്പെട്ട് ഇറങ്ങേണ്ടി വന്നതായ പ്രശ്നം മാത്രം അവിടെ വാർത്തയായി മാറിയില്ല. നീതിയുടെ പടവാൾ ആദ്യം സ്വന്തം സ്ഥാപനത്തിന്റെ നേർക്കാണ് നിങ്ങൾ ഉയർത്തേണ്ടത്. നാടെങ്ങും ഓണം ആഘോഷിക്കുന്ന സമയത്ത് തൊഴിലാളികൾക്ക് പട്ടിണി സമരം നടത്തേണ്ടി വരുന്നത് ഒരു വല്ലാത്ത സങ്കടകരമായ സാഹചര്യമാണ്. നാട്ടിൽ നടക്കുന്ന നീതി നിഷേധങ്ങൾ പൊതുജനങ്ങളിലേക്ക് വാർത്തയായി എത്തിക്കുന്നവർക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ്. ഇവിടെ ഓണത്തിന് മുമ്പ് ഇതിന് പരിഹാരം കണ്ടെത്താൻ തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ച പോലും കടുംപിടുത്തക്കാരായ മാനേജ്മെന്റിന്റെ നിലപാട് കാരണം പരാജയപ്പെട്ടു പോവുകയാണ്. ഈ ഓണക്കാലത്ത് ശമ്പളത്തിനായി തെരുവിൽ ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഒരു മാധ്യമ സ്ഥാപനത്തിലെ തൊഴിലാളികൾ കാണുന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്.